ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ നോമ്പ് തുറക്കാൻ എന്തെല്ലാം ആക്കി എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ ഇളനീരിൻ്റെ പുഡിംഗ് ആക്കാൻ വേണ്ടിയിട്ട് 2 ഇളനീരിൻ്റെ വെള്ളത്തിൽ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ചെടുത്ത്, പിന്നെ അതേ വെള്ളത്തിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ഇങ്ങനെ കട്ടാക്കി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇളനീരിൻ്റെ തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, അങ്ങനെ 4 പളുപ്പിൻ്റെ തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്ത്, എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചാര, കുറച്ച് മിൽക്ക് മേഡ്, ഒരു 1-1.5 സ്പൂണിൻ്റെ അത്ര മിൽക്ക് മേഡ്, പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്ത്, എന്നിട്ട് അതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച്, എന്നിട്ട് മിക്സിൻ്റെ ജാറ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, എന്നിട്ട് അതിനെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്, ഇനി ഇളനീരിൻ്റെ വെള്ളത്തേക്ക് ഞാൻ ചൈന ഗ്രാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പഞ്ചാര ഇട്ടിട്ട് ചൈന ഗ്രാസെല്ലാം നല്ലോണം മെൽട്ടാക്കിയെടുത്ത്, ഇത് നല്ലോണം മെൽട്ടാവണം, തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നല്ല പാങ്ങിൽ മെൽട്ടായിന്. ഇനി ഇതിന് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് ഇതിന് റൂം ടെമ്പറേച്ചറിൽ തന്നെ തണിയാൻ വെച്ച്, ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അങ്ങനെ പുഡിങ്ങിനുള്ളതെല്ലാം റെഡിയായി. ഇനി പുനർപ്പുളി ജ്യൂസ് ആക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എനിക്ക് കുറച്ച് പുനർപ്പുളിൻ്റെ ലിക്വിഡ് ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചാര ഇട്ടിട്ട് കുറച്ച് പുളി കുറവട്ടെ അതിനെ കുറച്ച് പുനർപ്പുളി ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി, ഇപ്പം നല്ലോണം മിക്സായിന്. ഇനി ഇതിലേക്ക് കസ്കസ് വെള്ളത്തിൽ ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ടായി. ഞാൻ കുറച്ച് ജാസ്തി തന്നെ പുതിർത്തി വെക്കും, ജ്യൂസിനും പുഡിങ്ങിനെല്ലാം വേണം പറഞ്ഞിട്ട്. അങ്ങനെ 2 സ്പൂണ് കസ്കസ് ഇട്ടിട്ട് അതിനെ നല്ലോണം മിക്സാക്കി, എന്നിട്ട് അതിനെ മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കോൾഡ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുഡിങ്ങും ജ്യൂസെല്ലാം ആയ പിന്നെ ഇനി സമൂസ ആക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണ ചൂടായ പിന്നെ അതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കി വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത്, ഞാനിവിടെ 2 മീഡിയം സൈസ് ഉള്ളി, പിന്നെ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഒരു ചെറിയ പകുതി പൊട്ടാറ്റോ ഇട്ടിട്ട് അതെല്ലാം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതെല്ലാം ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി, എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത്, 10 മിനിറ്റ് കഴിഞ്ഞ പിന്നെ അതിനെ നല്ലോണം മിക്സാക്കി. ഇത് നല്ലോണം വേണമെന്നില്ല, ഇത് സമൂസ ആക്കുമ്പോൾ എണ്ണയിലിടുമ്പോൾ തന്നെ വേവുന്നു, ഒരു 3/4 വെന്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് കട്ടാക്കി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണിനത്ര മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂണിനത്ര ഗരം മസാല ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി, അതിന് പച്ചമണം പോകുന്നവരെ നല്ലോണം മിക്സാക്കാം. എന്നിട്ട് സെൻറ്ററിൽ കുറച്ചിങ്ങനെ സ്പേസ് ആക്കിയിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് അതിന് ചിക്കി എടുത്ത്, ഇല്ലെങ്കിൽ വേറെ പാനിൽ ഞങ്ങൾ ചിക്കി എടുത്താലും മതി. ഞാൻ ഇതിൽ തന്നെ ആക്കിയതിപ്പോൾ. നല്ലോണം ചിക്കി എടുത്തിട്ടായ പിന്നെ വെജിറ്റബിൾസൊക്കെല്ലാം മിക്സ് ആക്കി കൊടുത്ത്, ഇപ്പോൾ സമൂസക്കുള്ള ഫില്ലിങ് റെഡിയായി. ഇനി ഒരു പാൻ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും ഞങ്ങൾ സമൂസ ഷേപ്പിലാക്കി ഫില്ലിങ് ഇട്ട് കൊടുക്കാം. സമൂസയുടെ തോലിനെ ഇങ്ങനെ 3 മൂലയായിട്ട് ഇങ്ങനെ മടക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദ കലക്കിയ ഇത് നല്ല തിക്കായിട്ട് വേണ്ട, ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് ഇട്ടിട്ട് ഇങ്ങനെ 3 മൂലയ്ക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കോർണർക്ക് വരണം. എന്നിട്ട് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ കറക്റ്റ് സൈഡിൽ ഇങ്ങനെ വരണം. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നോക്കി കറക്റ്റ് 3 മൂലയായിട്ട് നല്ല ഷേപ്പിൽ വരുന്നു, സമൂസ ഷേപ്പിൽ. നോക്കി ഇങ്ങനെ പാക്കറ്റാക്കിയ ഷേപ്പിൽ വരുന്നു. നോക്കി ഇങ്ങനെ കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക.
കുറേ ജാസ്തി ആവാനും പാടില്ല, കുറേ കുറച്ചാവാനും പാടില്ല. ഒരു കറക്റ്റായിട്ട് ലൂസായിട്ട് ഇരിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ സമൂസ ഫില്ലാക്കിയിട്ടായ പിന്നെ ഓരോന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്ത്, ഒരു സൈഡ് ഫ്രൈ ആയ പിന്നെ അതിന് തിരിച്ചിട്ട് കൊടുത്ത്, അങ്ങനെ ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിന്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള സമൂസ അതേപോലെ ചുട്ടെടുക്കാം. അങ്ങനെ സമൂസയെല്ലാം ചുട്ടെടുത്തിട്ടായ പിന്നെ ഞാൻ പുഡിങ്ങിന് നേരത്തെ ഞാൻ ഇളനീരിൻ്റെ വെള്ളത്തേക്ക് ചൈന ഗ്രാസ് മെൽട്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനിങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചെറിയ ചെറിയ ബോക്സ് പോലെ ആക്കിയെടുത്ത്, ഇനി ഇതിന് നേരത്തെ ഞാൻ ഇളനീരിൻ്റെ തേങ്ങ, മിൽക്ക് മെയ്ഡ്, പാല്, പഞ്ചാര എല്ലാം ഇട്ടിട്ട് നൈസായിട്ട് അരച്ചിട്ട് കോൾഡ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇതിന് ഈ ജെല്ലി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ബോക്സ് ആക്കിയിട്ട് കട്ടാക്കി ഈ ജെല്ലി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഇത് ട്രൈ ആക്കി നോക്കി. ഇനി ഇതിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. നല്ല ഫോഴ്സിലാക്കണമെന്നില്ല, ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 സ്പൂണ് കസ്കസ് പൊതിർത്തി വെച്ചത് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ജാസ്തി തന്നെ പൊതിർത്തി വെച്ചിട്ടുണ്ടെന്ന്, ജ്യൂസ്ക്കും പുഡിങ്ങിനെല്ലാം വേണം പറഞ്ഞിട്ട്. അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്, അങ്ങനെ പുഡിങ്ങെല്ലാം റെഡിയായി പിന്നെ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഷമാം ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഷമാമിൻ്റെ ഉള്ളത്തെല്ലാം ഇങ്ങനെ ചരണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, അങ്ങനെ ബാക്കിയുള്ളത് ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് പഞ്ചാര ഇട്ട് കൊടുത്ത്, എന്നിട്ട് നല്ലോണം നൈസായിട്ട് അരച്ചെടുത്ത്, എന്നിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലിക്ക് അതിന് മിക്സാക്കി, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത്, ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കസ്കസ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച്, അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ട് അവല് സമൂസ, പുനർപുളി ജ്യൂസ്, പുഡിങ്, പിന്നെ ഷമാം ജ്യൂസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി കുറച്ച് കട്ടൻ ചായ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറന്ന്. ഇന്ന് എൻ്റെ ഉപ്പ ഉണ്ടായി നോമ്പ് തുറക്കാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറന്ന്. നോമ്പിൽ ഇങ്ങനെ പേരെ നിറച്ച് ആളുണ്ടെങ്കിൽ നല്ല പാങ്ങുണ്ടാവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് നോമ്പ് തുറന്നു. അങ്ങനെ നോമ്പെല്ലാം തുറന്നിട്ടായിട്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ടായിട്ട് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് എടുത്ത്, എന്നിട്ട് ഞാൻ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് വിനീഗർ ഇട്ടിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി, എന്നിട്ട് ഇതിലേക്ക് മീനെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച്, പിന്നെ മീൻ കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മീഡിയം സൈസ് ഉള്ളി, 2 മീഡിയം സൈസ് തക്കാളി, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ടാക്കിയത്, ഇതെല്ലാം മണ്ണിൻ്റെ ചട്ടിയിൽ അങ്ങനെ ഇട്ട് കൊടുത്ത്. ഞാൻ ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല, ഇത് ജസ്റ്റ് അങ്ങനെ ആക്കൽ. 1 സ്പൂണ് കല്ലുപ്പ്, പിന്നെ ഒരു 1/4 സ്പൂണിൻ്റെ അത്ര ഉലുവ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്ത്, നല്ലോണം കുഴക്കണം. ഇത് തക്കാളിയെല്ലാം നല്ലോണം പൊടിയാവണം, ഇങ്ങനെ നല്ല സ്നാഷാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ, ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പുളി ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് വേണ്ടി ഇത്ര വെള്ളം, എത്ര തിക്നെസ് വേണം അത്ര തിക്നെസ് നോക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മൂടി വെച്ചിട്ട് തിളക്കാൻ വെക്കാം. തിളച്ച പിന്നെ അതിന് നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു പകുതി വെന്തിട്ടുണ്ടാവും ഉള്ളി തക്കാളിയെല്ലാം. ഇനി മീനെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അത് നല്ല ഒരു തിളക്കുന്നിടത്തോളം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇനി മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ പിന്നെ നേരത്തെ മസാല പെരക്കി വെച്ച മീനെല്ലാം ഇട്ട് കൊടുത്ത് കറിക്ക് മീൻ ഇട്ടിട്ടായ പിന്നെ ഒരു തള തളിച്ചാൽ മതി, നല്ലോണം തിളക്കണമെന്നില്ല, ജസ്റ്റ് ഒരു തള തളിച്ച് പിന്നെ ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. സൈഡ് മീൻ ഫ്രൈ ആവാനും വെച്ച് ഒരു സൈഡ് കറി തിളക്കാനും വെച്ച് എന്നിട്ട് ഞങ്ങൾ പൂച്ച കുട്ടിയിട്ടിന് അതിനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതിന് 4 കുട്ടിയിട്ടിന് നല്ല വർക്ക് കുട്ടികൾ, ഇത് നല്ല പാങ്ങുണ്ട് കറുത്തതും വെളുത്തതായിട്ട്, പിന്നെ 3 എണ്ണം ഈ കളറ്. ഇപ്പോൾ മീനെല്ലാം ഒരു സൈഡ് ഫ്രൈ ആയിന്, ഇനി ഇതിനെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് ഇപ്പോൾ കറിയെല്ലാം റെഡിയായി. ഞാൻ ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തത്. ഇനി ഇതിനെല്ലാം ചെറുങ്ങനെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കറിയും മീൻ ഫ്രൈ എല്ലാം റെഡി ആയ പിന്നെ ഞാനും മോളും തറാവി നിസ്കരിച്ച് ഹസ്ബൻഡും മോനും പള്ളിയിലേക്ക് പോയി. അങ്ങനെ അവർ പോയിട്ട് വന്ന പിന്നെ ഞങ്ങൾ എല്ലാവരും ഡിന്നർ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.